അപ്പോഴൊന്നും ഓരോ വർഷവും തൃശ്ശൂർ പൂരം റിനോവേറ്റ് ചെയ്യപ്പെടുകയാണ് ശരിക്കും. പക്ഷേ അതിൻ്റെ ചടങ്ങുകളോ അതിൻ്റെ സമയങ്ങളോ ഒന്നും മാറ്റമില്ല. പക്ഷേ ഓരോ വർഷവും അതുകൊണ്ടാണല്ലോ ഈ പുതുമ ബാക്കി നിൽക്കുന്നതുകൊണ്ടാണ് ആളുകൾ എല്ലാ വർഷവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഭംഗിയുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ സമയത്ത് ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്ന ഈ ഒരു സമയത്ത് പ്രൊഫസർ നാരായണമേനോൻ കൂടി നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിലേക്ക് കൂടി ഒന്ന് പോയതിനു ശേഷം മടങ്ങി വരാം. സാർ, കൃത്യമായി ഈ കാഴ്ചകളെ അങ്ങേക്ക് എങ്ങനെ വിവരിക്കാൻ സാധിക്കും ഈ ഒരു ഘട്ടത്തിൽ? കാഴ്ച അതിസുന്ദരം. എങ്ങനെ നിർവചിക്കാം, എങ്ങനെ അതിനെ പറഞ്ഞ് ഫലിപ്പിക്കാം എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ. നിങ്ങൾ അവിടെ ഇരുന്ന് നേരിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ത്രില്ലിൻ്റെ എത്രയോ അധികം ത്രില്ല് എനിക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് തോന്നുന്നുണ്ട്. ആ പുരുഷാരത്തിനെ കാണുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന ആ 30 ആനകളുടെ ഭംഗി കാണുമ്പോൾ തിരുവമ്പാടിയുടെ ആനകളുടെ പുറകിൽ നിൽക്കുന്ന വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരം ഒരു ക്യാൻവാസ് പോലെ ആകാശത്തു നിന്നും തൂക്കിയിട്ട ഒരു ചിത്രം പോലെ, അതിന് മുന്നിൽ 15 ആനകൾ. ഒരു പഴഞ്ചൊല്ല് തൃശ്ശൂർക്കാർ പറഞ്ഞു വയ്ക്കാറുണ്ട്, കാണാൻ നല്ലത് തിരുവമ്പാടി, കേൾക്കാൻ നല്ലത് പറമേക്കാവ് എന്ന്. തെക്കോട്ടിറക്കത്തിനെ കുറിച്ചാണ് ഈ ചൊല്ല്. തെക്കേ ഗോപുരത്തിൻ്റെ പശ്ചാത്തലം തിരുവമ്പാടിക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് ആ കാഴ്ചയ്ക്ക് ചെറിയ ഒരു മുൻതൂക്കം കിട്ടുന്നത്. അതുകൊണ്ടാണ് കാണാൻ നല്ലത് തിരുവമ്പാടി. എന്നാൽ പലപ്പോഴും ഏറ്റവും മനോഹരമായ കുടകൾ നിവർത്തിക്കൊണ്ട് പറമേക്കാവ് ആ തെക്കേ ഗോപുരത്തിൻ്റെ അഭാവത്തിനെ മറികടക്കാറുണ്ട്. കേൾക്കാൻ നല്ലത് പറമേക്കാവ് എന്ന് പറയുന്നത് എലിഞ്ഞിത്തറ മേളത്തിൻ്റെ കാര്യത്തിനെ വെച്ചുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഇതിനൊന്നും തന്നെ പ്രസക്തിയില്ല. രണ്ടു കൂട്ടരെയും കാണാനും കൊള്ളാം, കേൾക്കാനും കൊള്ളാം. എലിഞ്ഞിത്തറ മേളത്തിനൊപ്പം തന്നെ തിരുവമ്പാടിയുടെ മേളം പുറത്ത്. അവിടെ മഠത്തിൽ വരെ പഞ്ചവാദ്യമാണെങ്കിൽ ഇവിടെ എലിഞ്ഞിത്തറ മേളം, രാവിലെ പറമേക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്ത്. ഇതെല്ലാം നൽകുന്ന, തൃശ്ശൂരിന് നൽകുന്ന ഒരു കൊല്ലം ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കാൻ നൽകുന്ന, ജാതി മത വർണ്ണ വർഗ ഭേദമില്ലാതെ ആസ്വദിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രഥമ ഗണനീയമാണ് തൃശ്ശൂർ പൂരം. ഓണം ആഘോഷിക്കുന്ന പോലെ, ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ തൃശ്ശൂർക്കാരൻ ആഘോഷിക്കുന്ന ഒന്ന് തൃശ്ശൂർ പൂരം. ഇതിൽ നേരത്തെ ഒരിക്കൽ പറമേക്കാവിലമ്മ തൃശ്ശൂരിലേക്ക് എങ്ങനെ വന്നു തിരുവന്താംകുന്ന് ഭഗവതി എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ തിരുവമ്പാടി കൃഷ്ണനും തിരുവമ്പാടിയിലേക്ക് വന്നതാണ്. തൃശ്ശൂരിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള എടക്കളത്തൂർ എന്ന ഗ്രാമത്തിലെ എടക്കളത്തൂർ മനയിലെ വിഗ്രഹമായിരുന്നു, പ്രതിഷ്ഠയായിരുന്നു തിരുവമ്പാടിയിലെ ഇപ്പോൾ നമ്മൾ കാണുന്ന കൃഷ്ണ വിഗ്രഹം. അവിടെ നിന്നും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തിരുമേനി മനക്കിലെ നമ്പൂതിരി ഭയന്ന്, ഇത് ആക്രമിക്കപ്പെടുമെന്ന് ഭയന്ന് അവിടെ നിന്നും എടുത്തുകൊണ്ടുവന്ന് തൃശ്ശൂരിൽ കൊണ്ടുവന്ന ഒരു മനയിൽ നൽകിയതാണ് തിരുവമ്പാടി കൃഷ്ണൻ്റെ ഈ വിഗ്രഹം. അതോടൊപ്പം മനയിലുണ്ടായിരുന്ന ഒരു ഭഗവതി വിഗ്രഹം കൂടി തൃശ്ശൂരിലെ കൊണ്ടുവന്ന മനയിലെ ഉണ്ണികൾ ഇല്ലാതിരുന്നതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചതാണ് തിരുവമ്പാടിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കൃഷ്ണനും ഭഗവതിയും. തിരുവമ്പാടിയിലെ ഭഗവതിക്ക് അവിടെ കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന, മുഖം കാണുന്ന, അതോ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രൂപമുണ്ട്. പക്ഷേ ആ രൂപം നിലനിൽക്കുന്നത് ഒരു തൂണിന്മേലാണ് സത്യത്തിൽ തിരുവമ്പാടിയിലെ ബാലഭദ്രകാളിയായ ഭഗവതിയുടെ ശരിയായിട്ടുള്ള പ്രതിഷ്ഠ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ ഏറെ വൈവിധ്യമുള്ളതാണ് തിരുവമ്പാടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ. ഇത് തിരുവമ്പാടി ക്ഷേത്രത്തിലെ വിഗ്രഹവും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും നേർരേഖയിലാണ് എന്ന് പറയുന്നു. രണ്ടും ഒരേ അളവാണ് എന്ന് പറയുന്നു. എന്തെല്ലാം ഉത്സവങ്ങൾ, എന്തെല്ലാം വിശേഷങ്ങൾ ഗുരുവായൂരിൽ ഉണ്ടോ അതെല്ലാം തിരുവമ്പാടി കൃഷ്ണൻ വിശേഷങ്ങളാണ്. പക്ഷേ ഒന്നും ഗുരുവായൂരിൽ ഉള്ള അത്ര അളവിലേക്ക് വരാറുമില്ല. എല്ലാം അതിന് തൊട്ട് താഴെ നിലനിർത്തുന്ന ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് എന്ന് പറയുന്ന ആനയാണ് തിരുവമ്പാടി കൃഷ്ണനും വഴിപാട് ഏറ്റവും പ്രധാനപ്പെട്ട ആനയാണ്. അങ്ങനെ ഒരുപാട് വിധത്തിൽ ചേർന്ന് നിൽക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളാണ് തിരുവമ്പാടിയും ഗുരുവായൂർ അമ്പലവും. ഇത്തരത്തിൽ തിരുവമ്പാടി ശരിക്കും കൃഷ്ണൻ എന്ന രൂപത്തിൽ ആരാധിക്കുന്നത് പാർത്ഥസാരഥി രൂപത്തിലാണ് തിരുവമ്പാടിയിലെ
കൃഷ്ണൻ. തിരുവമ്പാടിയിലെ ശ്രീകോവിൽ രഥത്തിൻ്റെ രൂപത്തിലാണ് തിരുവമ്പാടിയുടെ ശ്രീകോവിൽ. അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള, ഏറെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന, കഥകൾ ഉറങ്ങിക്കിടക്കുന്ന, ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രണ്ട് അമ്പലങ്ങൾ. ഇവിടെ തിരുവമ്പാടി ക്ഷേത്രം ഏതാണ്ട് ഈ പറയുന്ന 2.5 നൂറ്റാണ്ട് മുമ്പെല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ തകർന്നടിഞ്ഞ അവസ്ഥയിൽ കടന്നിരുന്ന സമയത്താണ് ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിൽ തൻ്റെ സാമ്രാജ്യം ഉറപ്പിക്കുന്നത്, പാലസ് കൊട്ടാരം നിർമ്മിക്കുന്നത്.